ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു യാത്ര പോവുകയാണേ. അത്ര ചെറുതൊന്നുമല്ല, തമിഴ്നാട്ടിലെ പളനിയിലോട്ടാണ് യാത്ര. അങ്ങനെ കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറി, രാത്രിയിലാണ് ട്രെയിൻ കയറിയത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്നപ്പം അങ്ങ് നേരം വെളുത്തു. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ക്യാമറയും കൊണ്ട് ട്രെയിനിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത വ്യൂസാണ് നിങ്ങൾ ഈ കാണുന്നത്. തമിഴ്നാട്ടിലെ ചെറിയ ഗ്രാമീണ ഭംഗികളൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് തമിഴ്നാടിനെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷി അവർ എക്സ്പ്ലോർ ചെയ്യുന്നതും അവർ അധ്വാനിക്കാൻ തയ്യാറായ മനുഷ്യന്മാരാണ്. ഏറ്റവും കൂടുതൽ കൃഷി ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കേരളീയർ മോശമെന്നല്ല പറയുന്നത്, കൃഷി കൂടുതലുള്ളത് അവർക്കാണ്. ഇഷ്ടംപോലെ കൃഷിയിടങ്ങളാണ്. നമുക്ക് ഞാൻ സൈഡിൽ നിന്ന് ഒരുപാട് വ്യൂസ് ഞാൻ കണ്ടു. അത് എന്തൊക്കെ കൃഷികളാണ് അങ്ങോട്ട് ഇതാവുന്നില്ല. അതാണ്ട് നമ്മുടെ കേരളത്തിൽ വളരേണ്ട തെങ്ങുകൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ. അതാണ്ട് ഓരോ റെയിൽവേ ക്രോസും ചെറിയ റെയിൽവേ ക്രോസുകളും കൂടുതലും കൃഷിയിടങ്ങളാണ്. അവർ കൃഷിയെ അധികം സ്നേഹിച്ച് തെങ്ങുകളുണ്ടല്ലേ, അധികം വളരാത്ത തെങ്ങുകൾ, മാങ്ങയുടെ മാവ് മരം ഒരുപാട് ഞാൻ ഇവിടെയൊക്കെ കണ്ടായിരുന്നു. പിന്നെ ചോളം കൃഷിയുണ്ട്. ഞാൻ അടുത്തിരുന്ന ഒരാളോട് ചോദിച്ചപ്പോഴാണ് ചോളം കൃഷിയുണ്ട്. ഞാൻ ഇച്ചിരി അകത്തോട്ട് നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ട്, കാരണം ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒരു കുരുക്കമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അകത്തോട്ട് നിന്ന് വീഡിയോ എടുക്കുന്നത്. കാരണം ഈ സൈഡിൽ ചെന്ന് നിൽക്കുന്ന അത്ര ശരിയല്ല, അത് റിസ്ക്കാണ്. ഇപ്പോഴും നല്ല കൃഷിയിടങ്ങളിൽ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ഏർലി മോർണിംഗ് ആണ്. ഇതൊരു 6:30-7 മണിയോളം ആയി. ചെറിയൊരു ഷോട്ട് ഞാൻ ഇങ്ങനെ എടുത്തു. അത്ര ശരിയല്ല. അങ്ങനെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ പളനി കാണിക്കാൻ പറ്റുന്നൊരു വ്യൂ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് നോക്കുന്നില്ല. പക്ഷേ മഞ്ഞ് മൂടി കിടക്കുകയാണ്. അതുപോലെ അതിൻ്റെ അടുത്ത് ഇപ്പോഴത്തെ ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. ചേട്ടനും അതേപോലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചേട്ടൻ ഇല്ല. അങ്ങനെ നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പളനിയിൽ അങ്ങനെ പെതുക്കെ ഇറങ്ങി നടക്കാൻ വേണ്ടി ഇങ്ങനെ ട്രെയിൻ നിൽക്കുന്നേ ഉള്ളൂ. മനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെ ഇടയ്ക്ക് കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. പളനി റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇറങ്ങി നടന്നു. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു. അതിനകത്തൊരു പഴയ റെയിൽവേ ഇഞ്ചൻ, ട്രെയിൻ ഇഞ്ചൻ അവിടെ കിടക്കുന്നു. അതാണ് നിങ്ങൾ നോക്കൂ, ഒരു പഴയതെന്ന് നോക്കും. ഇത് ഒരു പ്രത്യേക സ്റ്റൈലിൽ അത് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഉപയോഗശൂന്യമായി ഇട്ടേക്കെയാണ്. ഇതൊക്കെ എടുത്തുന്ന ഒരു മ്യൂസിയത്തിലെ കൊണ്ടൊക്കെ വെച്ചായിരുന്നു ഒരു പ്രത്യേക ഇതാണ്. അങ്ങനെ ഇന്നൊരു പുതിയൊരു എക്സ്പീരിയൻസ് നമ്മൾ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുതിര വണ്ടിയിലോട്ട് കയറി. പുള്ളിക്കാരൻ 100 രൂപയെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു ഓക്കെ, 100 രൂപ തരാം. അങ്ങനെ കുതിരവണ്ടിയില്ല. ഞാൻ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുതിരവണ്ടി കയറുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ അതിൻ്റെ ഡോറൊക്കെ തുറന്നു തന്നു. എനിക്ക് ചവിട്ടിക്കാരൻ ഭയങ്കര വിഷമമുണ്ടായിരുന്നു, കാരണം ഇത്രയും വെയിറ്റ് ആ കുതിരയല്ലേ എടുക്കുന്നേ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. കുഴപ്പമില്ല. അങ്ങനെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് കയറിയിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ താഴെ പോവോ, ഓരോരുത്തരേക്ക് ഞാൻ കയറുന്നുണ്ടായിരുന്നെങ്കിൽ നോക്കി ചെയ്യുന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല. ജസ്റ്റ് വണ്ടി എടുത്ത് തുടങ്ങി. റെഡി. കുലുക്കമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചത്ര ആക്ഷനോ അങ്ങനെയുള്ള കുലുക്കങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ പുറകെ ഒരു കുതിര വണ്ടി, അതിന് നല്ല മനോഹരമായ കുതിര കേട്ടോ. ആ കുതിരയെ നിങ്ങളൊന്ന് നോക്കൂ. ആ കുതിര കിടന്ന് ചാടി അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇത് എനിക്കൊന്ന് 4-5 പേരുണ്ട്, മലയാളികളാണ്. ആ കുതിര എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ അടുത്തോട്ട് വരുന്നോ എനിക്ക് തോന്നി. എനിക്ക് ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ അങ്ങ് ഓവർടേക്ക് ചെയ്ത് തുടങ്ങി. കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഈ കുതിരകളെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിക്കുന്ന കാണുമ്പം എൻ്റെ അടുത്തോടെ ആട്ടോൾ പറന്ന കേട്ടോ പോകുന്നത്. അവർക്ക് ഒരു ഇതുമില്ല. തിരിച്ച് ഞാൻ റിട്ടേൺ പോയത് ആട്ടോയല്ല. എൻ്റെ പൊന്നെ, എന്തോ പോക്കാ പോകുന്നത് അറിയാമോ. ഞാനും ആട്ടോ ഓടിക്കുന്ന കക്ഷിയൊക്കെ തന്നെ. എന്തോ പോക്കാ പോകുന്നത്, ഒരു ഇതുമില്ല. വരുന്നിടത്ത് വെച്ച് കാണത്തുന്നുള്ള രീതിയിലാണ് പോകുന്നത്. അത് നമ്മുടെ കുതിരക്കൊട്ടങ്ങ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഇരിക്കുന്ന ചേട്ടൻ 2 കൈ പിടിച്ച് നല്ല പേടിച്ചായിരിക്കുന്നു. ഓടിക്കുന്ന ചേട്ടനല്ല കേട്ടോ, ഞാൻ കുതിരവണ്ടിക്കകത്ത് കയറി ചേട്ടൻ. അത് വലിയ കുലുക്കം ഞാൻ നോക്കിയില്ല. നോക്കി എൻ്റെ ഫ്രണ്ട് ക്യാമറ. ഇതാ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കേട്ടോ. കുതിര ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് എന്നൊക്കെ പറയുന്നത്. മറ്റേ കുതിരവണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിനെ ഓവർടേക്ക് ചെയ്ത് വേറെ ആട്ടോയും കയറിപ്പോയിരിക്കുന്നു. ദൈവമേ, എന്തോരം ട്രാഫിക്ക് ഇവർ കാണിക്കുന്നത്. ദൈവമേ, ഭയങ്കര പാടാട്ടോ. ഞാൻ നല്ല പേടിച്ചായിരുന്നു. പിന്നെ ഇന്നത്തെ ഇങ്ങനെ കുരുങ്ങി പോകുന്നൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയത്. വേറൊന്നുമല്ല, പളനി പോയപ്പോൾ കഴിഞ്ഞ വട്ടം പോയപ്പോഴും മനസ്സിൽ ചെറിയതാക്കിയാണ് കുതിരവണ്ടിക്കകത്ത് നിൽക്കാറ്. കഴിഞ്ഞ വട്ടം പോയപ്പോൾ ഞാനും അമ്മയും കൂടെ പോയത്. അമ്മ ഇതിനകത്ത് കയറ്റാൻ വലിയ പാടാണ്. അമ്മയ്ക്കും ഇത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കയറിപ്പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുതിരവണ്ടിയിലൊക്കെ കയറിപ്പോയി. പുറകെ വേറെ കുതിരവണ്ടി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ വിഷമമുണ്ട്. പിന്നെ ഞാനത് കയറിയിരുന്നിട്ട് അതിൻ്റെ വിഷമം പറയേണ്ട കാര്യമില്ല, അതത്ര ശരിയല്ലല്ലോ. അങ്ങനെ ഞാൻ അമ്പലത്തിൽ കയറി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിൽ ഫോൺ കൊണ്ട് നോക്കത്തില്ലായിരുന്നു. അങ്ങനെ ഈവനിങ് തിരിച്ചു പോകാനായിട്ട് ഞാൻ
പോകുന്നതിന് മുന്നേ കാപ്പി കുടിക്കാനായിട്ട് കടയിലോട്ട് കയറി നല്ല പൊറോട്ട, ഒരു 3 പൊറോട്ട ആദ്യം ഞാൻ ഓർഡർ ചെയ്തു. അവർ നല്ല വാഴയിലക്കകത്താണ്, ഇവിടെയും ഇപ്പോൾ നമ്മുടെ നാട്ടിലും വാഴയിലക്കകത്തൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിൽ 3 പൊറോട്ട ചേട്ടൻ കൊണ്ടിട്ടു, ചെറിയ കറിയൊക്കെ ഒഴിച്ച് കഴിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ പളനി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ഇങ്ങോട്ടൊന്നും ഷോട്ടൊന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ ആകെ ടയർഡായിരുന്നു. എന്തോ കയറിയതിൻ്റെയൊക്കെ ഒരു ക്ഷീണം ആയിരുന്നു. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. നന്ദി, നമസ്കാരം.